പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് യേശുവിനെ തിക്കിക്കൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവ് ശീമോനെ നോക്കി. എന്തിനാണ്? ഈ ജനമെല്ലാം എന്നെ തിക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, ഭാവിയിലും ഒരു വലിയ കൂട്ടം വരും. അവരോടെല്ലാം വചനം പറയേണ്ട, അവർക്ക് വിടുതൽ കൊടുക്കേണ്ട മനുഷ്യൻ അവിടെ നിന്ന് വല കഴുകുകയാണ്. നോക്കിക്കേ, ലോകപ്രകാരം തിരഞ്ഞെടുക്കുന്നവരാണെങ്കിൽ ശീമോനെ തിരഞ്ഞെടുക്കുകയില്ല. കാരണം അവന് വിദ്യാഭ്യാസമില്ല. അവൻ ഒരു സാധാരണ മനുഷ്യനാണ്. അസാധാരണമായ ഒരു കഴിവുകളുമില്ല. പക്ഷേ കർത്താവ് നോക്കുന്നത് അങ്ങനെയുള്ളവരെയാണ്. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ പറയും, ഞാൻ ഒരു അസൂയക്കാരനാണ്, ഞാൻ ഒരു അശുദ്ധനാണ്, ഞാൻ ഒരു വാക്ചാതുര്യമില്ലാത്തവനാണ്, ഞാൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ മടിക്കുന്നവനാണ്. പക്ഷെ കർത്താവ് പറയും, നിന്റെ വിളിയോട് ബന്ധപ്പെട്ടാണ് നിന്റെ പോരായ്മ കിടക്കുന്നത്. നീ ഒരു അന്തർമുഖനാണ്. വലിയ സ്റ്റേജുകളിൽ പ്രസംഗിക്കാൻ, വലിയ ശുശ്രൂഷകൾ ചെയ്യാൻ ദൈവം നിന്നെ കണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ നിനക്ക് വിളിയുണ്ട്. അതുകൊണ്ടാണ് അസൂയയുടെ പിടിയിൽ നീ ആയിപ്പോയത്. കർത്താവിൻ്റെ വിശുദ്ധി പ്രാപിക്കാൻ ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് നീ അശുദ്ധ മണ്ഡലത്തിൽ വീണുപോയി. ഭയപ്പെടരുത്. നീ ജനിക്കുന്നതിന് 2-3 തലമുറ മുമ്പേ പിശാച് ഒരു പക്ഷേ കെട്ടിക്കാണും. പക്ഷേ കർത്താവ് സകലതും നന്മയ്ക്കായിട്ട് മാറ്റും. നീ പാപികളോട് കരുണയുള്ളവനായി മാറും. ഇല്ലാത്തവർക്ക് കൊടുക്കാനുള്ള മനസ്സ് നിനക്കുണ്ടാകും. നിനക്ക് വിശുദ്ധ ജീവിതത്തിനുള്ള വാഞ്ചയുണ്ടാകും. അനുഗ്രഹിക്കാൻ നീ മടിക്കാത്തവനായി മാറും. കാരണം യേശുവിൻ്റെ നോട്ടം നിന്റെ മേൽ വന്നിട്ടുണ്ട്. അവൻ ശീമോനെ പത്രോസാക്കി ഉപയോഗിച്ചതുപോലെ നിങ്ങളെയും മാറ്റും, എന്നെയും മാറ്റും, നമ്മളെ അനുഗ്രഹിക്കും.